എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നപ്പം നമ്മുടെ ധനുമാസത്തിലെ തിരുവാതിരയാണ്. അപ്പം തിരുവാതിരയ്ക്ക് വേണ്ടി എന്തായാലും ഒരു പുഴുക്കുണ്ടാക്കാതെ നമ്മുടെ തിരുവാതിര ദിവസം പൂർണ്ണമാകത്തില്ല. അത് താല്പര്യമുള്ളവരെല്ലാവരും ഇത് ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എട്ടങ്ങാടി സാധനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും മേടിച്ചിട്ടുണ്ട്. സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കഷ്ണം കാച്ചിലുണ്ട്, അതുപോലെ ചേനയുണ്ട്, ഒരു ചെറിയ കഷ്ണം കണ്ടിച്ചേമ്പ് അഥവാ വെട്ടിച്ചേമ്പ് എന്ന് പറയുന്നതുണ്ട്, അതുപോലെ മധുരക്കിഴങ്ങുണ്ട്, കപ്പയുണ്ട്, പിന്നെ വേണ്ടത് ചീവക്കിഴങ്ങ് അഥവാ കൂർക്ക, അതുപോലെ ഒരു പച്ചേത്തക്കയുണ്ട്, പിന്നെ കുറച്ച് വൻപയറുണ്ട്. ഇതിനകത്ത് ഇല്ലാത്തൊരു സാധനം ചെറുകിഴങ്ങാണ്. അത് ഞാനിവിടെ ഒരുപാട് കടകളിൽ തിരക്കിയിട്ടും എങ്ങുമില്ലായിരുന്നു. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. എന്നാലും സാരമില്ല, ഇപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 8 സാധനമുണ്ട്. പക്ഷേ ആ ചെറുകിഴങ്ങ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. തൽക്കാലം നമുക്ക് അത് കിട്ടിയില്ലെന്നും വെച്ച് വിഷമിക്കാൻ പറ്റത്തില്ല. ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇനി ഇത് വൃത്തിയാക്കി അരിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ മണ്ണുമൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ നമുക്ക് കാണാം. ആ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഞാനിതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് മണ്ണും പൊടിയൊക്കെ ഒരു 5-8 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകി ഇതേപോലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ആദ്യം നമ്മുടെ വൻപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തലേ ദിവസം അതാദ്യം വേവിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കഷ്ണങ്ങളിട്ട് വേവിക്കാനായിട്ട്. അപ്പോൾ ഇനി ആ പരിപാടികളൊക്കെ നോക്കാം. കഷ്ണങ്ങളെല്ലാം ഞാൻ ഉരുളിയിലേക്കാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുവാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം, അല്ലെങ്കിൽ ചിലപ്പം ചേനയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനാണ് ഞാനൊരു 1/4 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. കറിവേപ്പില ഇപ്പോൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കൊരു ഫ്ലേവറൊക്കെ അതിൻ്റെ കഷ്ണങ്ങളിലൊക്കെ ഇറങ്ങും. അപ്പോൾ ഇനി ഇത് വെന്ത് റെഡിയായി വരട്ടെ. നമുക്കൊരടപ്പ് കൊണ്ട് അടച്ചും കൂടെ കൊടുക്കണം. ഉരുളി ഒരടപ്പ് കൊണ്ട് ഞാൻ അടച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇളക്കിയൊക്കെ കൊടുക്കണം. അപ്പോൾ ഇനി എല്ലാം ആയിട്ട് കാണാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഏകദേശം വെന്ത് വന്നു. വൻപയറും വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ കുറച്ച് തേങ്ങ ഞാനിവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂൺ നല്ല ജീരകം. നമ്മൾ കഷ്ണം വേവിക്കാൻ മഞ്ഞൾപ്പൊടി ഇട്ടെങ്കിൽ ഒരു അല്പം മഞ്ഞൾപ്പൊടി അരപ്പിനും വേണം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ അടുത്ത് മുളക് പൊടി. ഒരു ചെറുത് ഒരു കളറിന് വേണ്ടി മാത്രം ഇടുന്നതാണ്. മുളക് പൊടി ചേർക്കേണ്ടാത്തവർക്കത് സ്കിപ്പ് ചെയ്ത് ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ, 5-6 കഷ്ണം ചുമന്നുള്ളി, അതുപോലെ 5 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ നമ്മൾ തോരന് ചതയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇനി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. കഷ്ണങ്ങൾ വേവിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കാര്യം വീഡിയോ ലെങ്തായി പോകും. വേവിച്ച് വെച്ചിരിക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ കുക്കറിലിവിടെ വൻപയറും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് നമുക്ക് എടുക്കണം. നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം വേവിച്ച് വൻപയറും കൂടെ വേവിച്ചതും ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങാക്കൂട്ട് ഇവിടെ ചതച്ചും വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ വീഡിയോ ലെങ്തായി പോകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ കഷ്ണങ്ങൾ വേകുന്നതിന് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കഷ്ണങ്ങൾ ഒരു പകുതി മുക്കാൽ വേവായപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നോക്കിയിട്ട് വേണം ബാക്കി ഉപ്പ് ചേർക്കാൻ. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വെന്ത കഷ്ണങ്ങളിലേക്ക് നമ്മൾ തേങ്ങ ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല, തോരന് ചതയ്ക്കുന്ന പോലെയാണ് ചതച്ചേക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പുഴുക്ക് ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു, ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കടുക് വറുത്തോടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡിയായി കഴിയും. ഇത് വെളുത്തുള്ളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, ചുമന്നുള്ളി, വെളുത്തുള്ളി, എരിവ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് ഒന്ന് സെറ്റായി കടുകും കൂടെ വറുത്ത് റെഡിയായിട്ട് നമുക്ക് കാണാം. നമ്മുടെ പുഴുക്കിലേക്ക് വേണ്ട കടുക് വറുപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു.
വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്ര സാധനം വറുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ച പുഴുക്കിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പുഴുക്കിലേക്ക് കടുക് വറുപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് കാണാം. അങ്ങനെ ആവി പറക്കുന്ന എൻ്റെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ട്. അപ്പം നമ്മുടെ ചെറുകിഴങ്ങ് നമുക്ക് ഇതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ കൂടെ അതിൻ്റെ കുറവൊന്നും ഇതിന് അറിയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. തിരുവാതിരപ്പുഴുക്ക് എല്ലാവരും ഒക്കെ ഉണ്ടാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്രതമൊക്കെ എടുക്കുന്നവർക്ക് അവരുടെ പ്രാർത്ഥനകളൊക്കെ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.